നമസ്കാരം. ഭിക്ഷയെടുത്ത് കോടികൾ സമ്പാദിച്ച ഇൻഡോറിലെ യാചകന്റെ സ്വത്ത് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭിക്ഷാടകരില്ലാത്ത ഇൻഡോർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നഗരത്തിൽ ഭിക്ഷ യാചിച്ചിരുന്ന മൻകിലാൽ എന്നയാളെ ഉദ്യോഗസ്ഥർ പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഇവിടെ എത്തി ഉദ്യോഗസ്ഥരോട് സംസാരിക്കവെയാണ് മൻകിലാൽ തന്റെ സമ്പാദ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. വർഷങ്ങളായി ദിവസം ആയിരങ്ങൾ സമ്പാദിച്ചിരുന്ന മൻകിലാൽ ജീവിതകാലത്തെ സമ്പാദ്യം കൂട്ടിവെച്ച് നേടിയത് കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങളാണ്. മധ്യപ്രദേശിലെ ഭഗത് സിംഗ് നഗറിൽ 3 നിലയുള്ള വീടും ശിവ്നഗറിൽ 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടും ഒരു ഫ്ളാറ്റും തനിക്കുള്ളതായി മൻകിലാൽ പറയുന്നു. ഇതിനു പുറമെ ഇദ്ദേഹത്തിന്റെ 3 ഓട്ടോറിക്ഷകൾ നഗരത്തിൽ വാടകയ്ക്ക് ഓടുന്നുണ്ട്. സെഡാർ കാറുമുണ്ട്. ഇതിലാണ് പലപ്പോഴും മൻകിലാൽ ഭിക്ഷ യാചിക്കുവാൻ എത്താറുള്ളത്. ശാരീരിക വൈകല്യമുള്ളതിനാൽ വാഹനം ഓടിക്കാൻ ഡ്രൈവറിനെയും നിയമിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പണം പലിശയ്ക്ക് വായ്പ നൽകിയും പണം സമ്പാദിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് മൻകിലാൽ ഒരു വീട് സ്വന്തമാക്കിയത്. PMAY പദ്ധതി പ്രകാരമാണ് ഇത് ലഭിച്ചത്. ഭിക്ഷക്കാരന്റെ സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. നാളുകൾക്ക് മുമ്പ് യാചകനായ 82-കാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇയാൾ വെറുമൊരു യാചകനായിരുന്നില്ലെന്നും ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള ആളായിരുന്നുവെന്നുമുള്ള സത്യം പോലീസ് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു. 8.77 ലക്ഷം രൂപയായിരുന്നു ഇയാളുടെ പക്കൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഉണ്ടായിരുന്നത്. നാണയങ്ങളായി 96,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നു. ഇതിനു പുറമെ 1.75 ലക്ഷം രൂപയാണ് ഇയാളുടെ കുടിൽ നിന്നും കണ്ടെത്തിയത്. മുംബൈയിലെ മാൻഘാട്ടിലും ഗോവന്തി സ്റ്റേഷനുകൾക്കുമിടയിലാണ് ഈ യാചകൻ ട്രെയിൻ തട്ടി മരിച്ചത്. മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചത്. ഇയാളുടെ കുടിൽ പരിശോധിച്ച പോലീസിന് അവിടെ നിന്ന് ഡബ്ബകളും വലിയ ബാരലുകളുമാണ് ലഭിച്ചത്. ഭിക്ഷയെടുത്ത് കിട്ടുന്ന നാണയത്തുട്ടുകൾ ഇയാൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഇതിലാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. നാണയങ്ങൾ എണ്ണാൻ തന്നെ 2 ദിവസമാണ് എടുത്തത്. 1.75 ലക്ഷം രൂപയുടെ നാണയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ പ്രവീൺ കാംബ്ലെ പറഞ്ഞിരുന്നു. കുടിലിന്റെ ഒരു മൂലയിൽ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടായിരുന്നു. അതിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, സീനിയർ സിറ്റിസൺ കാർഡ് എന്നിവയും ലഭിച്ചു. കുടിൽ നിന്ന് മറ്റു ചില രേഖകൾ കൂടി കണ്ടെടുത്തു. ഇതിൽ നിന്നാണ് ഇയാൾക്ക് 8.77 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്നും 1 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്നും വ്യക്തമാണെന്നുമാണ് പോലീസ് പറഞ്ഞത്. ഇതിന് പിന്നാലെ തന്നെ ഒരു യാചക സ്ത്രീയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റെയ്ഡിൽ 1 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു KTM ബൈക്കും 12 മൊബൈൽ ഫോണുകളും പല രാജ്യങ്ങളിൽ നിന്നുള്ള വെള്ളി നാണയങ്ങളും ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു. ബ്രിട്ടീഷ് രാജ്കാലത്തെ വെള്ളി നാണയം വരെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി വീടുകളിൽ നിന്ന് ഇവർ മോഷണം നടത്തിയെന്നും ഇതിനെ തുടർന്നുള്ള വിവരം അനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. നീലം ദേവി എന്ന പേരുള്ള സ്ത്രീയാണ് പോലീസ് പിടിയിലായത്. പ്രദേശത്ത് വീടാന്തരം കയറിയിറങ്ങി ഇവർ ഭിക്ഷ യാചിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. പതിയെ ഈ ഭിക്ഷാടനത്തിൽ നിന്ന് മാറി ഇവർ കൊതുക് വലകൾ വിൽക്കാൻ തുടങ്ങി. ഈ ഭിക്ഷാടനത്തിന് പിന്നാലെ യഥാർത്ഥ ഉദ്ദേശം വീട്ടിലെ വസ്തുക്കൾ ലക്ഷ്യം വെച്ചുള്ളവയാണെന്ന് പിന്നീട് മനസ്സിലാക്കി. നീലം കണ്ടുവച്ചു പോകുന്ന സ്ഥലങ്ങളിൽ മരുമകൻ ചുടുക്ലാഗ് രാത്രി എത്തി മോഷണം നടത്തും. ഇത് പതിവായിരുന്നുവെന്നും റൂറൽ SP വിദ്യാസാഗർ പറഞ്ഞിരുന്നു.